ടീച്ചറേ, ഇതെന്താ സംഭവം? ഇതെന്താ പെട്ടിയൊക്കെ ആയിട്ട്? വറുക്കാൻ പോവാ? നമുക്ക് ഈ കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർക്ക് വറുത്താ പ്രശ്നമല്ലേ? കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ. അല്ല, കറി വെച്ചാ പോരെ? ഇല്ല, ഓയിലൊന്നും ഇല്ലാതെ നമുക്ക് വറക്കാം. അങ്ങനെ വറുക്കാൻ പറ്റുമോ? എന്നാ അങ്ങനെ നോക്കാം അല്ലേ? ഓക്കെ, അപ്പൊ പെടക്കണ വരാലാണ്, അതുമായിട്ട് പോവാണ്. ആദ്യം നമുക്ക് ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിന്റെ തൊലിയൊക്കെ ഉരിച്ച് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. എല്ലാം സെറ്റ് ആയല്ലേ? എല്ലാം സെറ്റ്. മീൻ എവിടെ? മീനെല്ലാം വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത്ര സാധനങ്ങൾ മാത്രം മതി. ഇതെന്തൊക്കെയാ? ഉപ്പ്, മുളക് പൊടി, മഞ്ഞപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി. ഇത്രയും മതി. ഇത് വെച്ചിട്ടാണ് മസാല റെഡിയാക്കുന്നത്. അതെ അതെ. അപ്പൊ എന്താണ് വറുക്കുന്നത് എങ്ങനെയാ നമുക്ക് കാണാല്ലേ? വറുത്ത് തന്നെയല്ലേ തരുന്നത്? വറുത്ത് തന്നെയാ, പക്ഷെ എണ്ണ വേണ്ട. എണ്ണ വേണ്ട. ഓക്കെ, അപ്പൊ ഇനി എന്താ ആദ്യം ചെയ്യാൻ പോണം? ആദ്യം നമുക്ക് ഈ മസാല ഒന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം അല്ലേ? അപ്പൊ എണ്ണ വേണ്ടെന്നാണ് വറുക്കാൻ ഇതുവരെ. അപ്പൊ എന്തായാലും നമുക്കൊന്ന് കാണാം ഇത് എങ്ങനെ ചെയ്യണം നമുക്ക് നോക്കാം. അതെല്ലാം കൂടി മിക്സ് ചെയ്യുക അല്ലേ? ഈ ഒരു ഭാഗത്ത് ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും എല്ലാം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുവാണ്. അപ്പോൾ ഇതെല്ലാം ഒരു ചെറിയ പെരട്ട് പോലെ ആക്കിയിട്ടുണ്ടല്ലേ? മസാല റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മീനിലോട്ട് ചേർക്കുന്നത്. അതെ, മസാല റെഡി. മസാല ഏകദേശം റെഡി. 2 മിനിറ്റ് ഇത്ര മതി അല്ലേ? മതി. ഓക്കെ. പിന്നെ എന്താ അടുത്തത്? ഇനി നമുക്കിത് ഈ മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഓക്കെ. അതേ മീനിൻ്റെ ഫുൾ എല്ലായിടത്തേക്കും ആ മസാല തേച്ച് കൊടുക്കുവാണ്. അപ്പോൾ അത് 2 മീനിലും പുരട്ടി. ഇത് എല്ലാവരും ഒന്ന് കാണാൻ എന്താണെന്നറിയോ? ടീച്ചർ ആദ്യം തൊട്ട് പറഞ്ഞ ഇതാണ് കേട്ടോ. കൊളസ്ട്രോൾ ഉള്ളവർക്കും കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും ഇന്ന് കാണുന്നത്. ഒരു മാറ്റവും ഇല്ല. ഓക്കെ. ഇതെന്താ പെട്ടിയൊക്കെ ആയിട്ട്? മീൻ വറക്കാൻ സ്റ്റൗ വേണ്ടേ? സ്റ്റൗ ആണ് ഇതിനകത്തല്ലേ? ഓക്കെ, സ്റ്റൗ ഒന്ന് കാണാം. ഇതിനകത്തുണ്ടല്ലേ? ഇതിനകത്താണ് സാധനം. അപ്പൊ ഇതാണ് സ്റ്റൗ അല്ലേ? കുഞ്ഞു സ്റ്റൗ. കുഞ്ഞു സ്റ്റൗ ആണെന്നൊന്നും വിചാരിക്കണ്ട, അടിപൊളി സാധന. നല്ല മോറല്ലേ? ലൈറ്റർ ഒന്നും വേണ്ട. ഇവിടെ ഒരു നോബ് ഉണ്ട്, അത് തിരിച്ചാൽ മാത്രം മതി. കത്തിയല്ല. ഓക്കെ. ഫസ്റ്റ് എന്താ ചെയ്യാൻ പോന്ന? ഇനി നമുക്ക് വാഴയില ഒന്ന് വാട്ടിയെടുക്കണം. അതെന്തിനാ? എല്ലാം വഴി അറിയാം. ഓക്കെ, അപ്പൊ 2 വാഴയില വാട്ടുവാണേ. നല്ല പോറാണല്ലോ. നല്ല തീയുണ്ട്. കപ്പയെന്ന് പറഞ്ഞ് വാടിയേ. നല്ല ചൂടാണേ. വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇഡലി കുട്ടകം വെക്കാം. ഇതിനകത്ത് എന്ത് സംഭവം? ഇത് കുറച്ച് മധുരക്കിഴങ്ങ്. അപ്പൊ ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്ന പോലെ എല്ലാ സംഭവം ഉണ്ട്. മീനും കിട്ടും. മീൻ വറുത്തതിന്റെ കൂടെ എന്തെങ്കിലും കഴിക്കണ്ടേ? അത് ഇതിന്റെ കൂടെ തന്നെ ഒരുമിച്ച് സെറ്റ് ആവും. ഒരുമിച്ച് നമുക്ക് ഇതിനകത്തൊരു തട്ട് ഇറക്കി വെക്കാം. അതിന്റെ അകത്തേക്ക് ഒരു തട്ടും കൂടി ഇറക്കി വെച്ചു. തിളക്കട്ടെ. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ആ സമയത്ത് നമുക്ക് ഈ മീൻ ഒന്ന് പൊതിഞ്ഞെടുക്കാം. അതെങ്ങനെയാ? അതിനല്ലേ നമ്മൾ വാഴയില വാട്ടിയെടുക്കാം. മീൻ ഇങ്ങനെ അങ്ങ് പൊതിയണോ അല്ലേ? ഫുള്ള് പൊതിഞ്ഞങ്ങ് എടുക്കാം. ഫുള്ള് പൊതിഞ്ഞെടുത്തു. ഒരെണ്ണം പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. പൂർണ്ണമായിട്ടും പൊതിഞ്ഞ് റെഡിയാക്കണം. എന്നിട്ട് ഇതിനകത്തേക്ക് വെക്കുക. ഇതിലേക്ക് വെക്കാം. ഓക്കെ. അപ്പൊ അടിയിൽ കപ്പക്കിഴങ്ങും ഉണ്ട്, മേളിൽ ഇതും വെച്ച് അതിൻ്റെ അകത്ത് വെച്ച് അങ്ങ് കറക്കി അങ്ങ് എടുത്താൽ മതി. സെറ്റ്. എന്നിട്ട് ഇതും അതിനകത്തേക്ക് വെക്കുക. ഇവിടെ വെച്ചേക്കാം. ഇനി അടപ്പ് വെച്ച് അടച്ചങ്ങ് വെച്ചാൽ മതി അല്ലേ? ഇതിപ്പോൾ പുഴുങ്ങി എടുക്കുമല്ലേ? അങ്ങനെയാണ് കഴിക്കുന്നത്? കഴിഞ്ഞിട്ടില്ല. ആദ്യം പുഴുങ്ങി എടുക്കാം. പിന്നെ കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്. ഇനി ഉണ്ട് പരിപാടി. അപ്പോൾ ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് ആയപ്പോൾ തന്നെ ആവിയൊക്കെ വന്ന് തുടങ്ങിയല്ലേ? പെട്ടെന്ന് തിളച്ച്. ഇതിപ്പോൾ നല്ലപോലെ ആവി വന്ന് വെന്തോ നമുക്കൊന്ന് തുറന്നു നോക്കാം. ഓക്കെ. അപ്പോൾ തുറന്നു നോക്കാൻ പോവാണ്. നല്ല അടിപൊളിയായിട്ട് നമുക്കൊന്ന് ഇറക്കി വെക്കാം. ഓക്കെ. അത് ഇറക്കി വെച്ചു. ഇപ്പൊ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട്. അതെ. ഇനി നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ള ഒന്നെങ്കിൽ ഒരു ദോശക്കല്ല് എടുക്കുക, അല്ലെങ്കിൽ ഒരു പാനോ നമ്മുടെ വീട്ടിൽ എന്താ ഉള്ളത് അതെടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം. ചൂടാക്കാം. ഓക്കെ. വീണ്ടും സ്റ്റൗ കത്തിച്ചു. നമ്മളിപ്പോ ദോശക്കല്ല് എടുത്തേക്കുന്നല്ലേ? അത് വെച്ചു. ഇനി അതൊന്ന് ചൂടാവട്ടെ. ചട്ടി നല്ല ചൂടായിട്ടുണ്ട്. ഓക്കെ. ഇനി എന്ത് ചെയ്യും? ഇനി നമുക്ക് ഈ മീന് അതേപോലെ എടുത്ത് ഇങ്ങോട്ട് വെച്ചു കൊടുക്കുക. നീട്ടി കൊടുക്കാം. അപ്പൊ 2 മീൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു സൈഡ് വെന്തല്ലേ? ഒരു സൈഡ് വെന്ത് നമുക്കിതിന് മറ്റേ സൈഡും തിരിച്ചു വെച്ചു കൊടുക്കാം. ഓക്കെ. ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ, ഒരു കുഴപ്പമില്ല. 2 മീനിന്റെയും അപ്പുറം സൈഡ് ആക്കിയിട്ടുണ്ട്. ഇത് ഇവിടെ ഇരിക്കട്ടെ. ആ സമയത്ത് നമ്മുടെ മധുരക്കിഴങ്ങ് എന്തായി നോക്കാം. അതിവിടെ ഉണ്ടല്ലേ? അതെ, മധുരക്കിഴങ്ങ് നല്ല വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അടിപൊളിയായി. ഇനി വരാലും കൂടി അങ്ങ് സെറ്റ് ആയാൽ മതി. ഇത് റെഡി ആയിട്ടുണ്ട്. ഏകദേശം സെറ്റായി. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹം കാണും അതൊന്ന് കാണാനായിട്ട്. വെന്തോ ഇല്ലയോ എങ്ങനെയാ നമുക്ക് അറിയാല്ലേ? നോക്കാം. ഓക്കെ. അപ്പോൾ ആദ്യം അതെടുത്ത് ഇങ്ങോട്ട് വെക്കാം അല്ലേ? ഓക്കെ. ഇതേ വാഴയിലോട്ട് വെച്ചിട്ടുണ്ട്. അടുത്ത് എടുത്ത് വെക്കുവാണ്. അതും വെച്ചിട്ടുണ്ട്. തുറന്നാലോ? തുറക്കാം. ഓക്കെ. ഓക്കെ. അത് നല്ലപോലെ വെന്ത് കേട്ടോ. തട്ടുമ്പോൾ തന്നെ മാംസം പൊടിഞ്ഞു പോകുന്നുണ്ട്. വരാനൊക്കെ സത്യത്തിൽ വരാനൊക്കെ നല്ല ചൂടുള്ള വേവുള്ള അല്ലേ? പക്ഷെ ഈ നല്ല ചൂടായോണ്ട് ആവിയിലും കൂടെ അല്ലേ വേവിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് വേവും.
ടീച്ചർ പറഞ്ഞ സംഭവം കറക്റ്റ് ആണോ നമുക്കിപ്പോൾ അറിയാം. കഴിച്ചു നോക്കാം. ഓക്കെ, ഈ വാഴയിലോട്ട് ഇടുവാണല്ലേ. ആദ്യം നമുക്ക് മധുരക്കിഴങ്ങ് ഇടാം. അത് വെന്ത് കേട്ടോ, അതെന്തായാലും സെറ്റാണ്. ഇനി മീൻ ഒട്ടും എണ്ണയില്ല, ഒട്ടും എണ്ണയില്ല. നല്ലതായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ, കറക്റ്റായിട്ട് വെന്തല്ലേ, നല്ല വെന്തു. ഉപ്പൊക്കെ കറക്റ്റായിട്ട് പിടിച്ചു. ടീച്ചർ ഇതിപ്പോ ഈ മീനല്ലാതെ ഏത് ടൈപ്പ് മീൻ വേണേലും ചെയ്യാം അല്ലയോ? എനിക്ക് നാടൻ മീനാകുമ്പോ ഇത്രയും വേവില്ലെന്ന് തോന്നില്ലയോ? ഇത് ഇച്ചിരി സമയം എടുത്തു, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല രുചിയാ. ഫുള്ളായിട്ട് വെന്തേ, നല്ല സൂപ്പർ. കപ്പക്കിഴങ്ങും ഇതും അടിപൊളിയാണ്. അതെ അതെ അതെ, അടിപൊളി കപ്പയല്ലേ. പച്ച മീന് എല്ലാരും എണ്ണ ഒഴിയും. ഇത് ഒട്ടും എണ്ണയില്ലെന്നാ മനസ്സിലാക്കേണ്ടത്.